കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കയ്യൂക്കിന്റെ രാഷ്ട്രീയം ലോക സമാധാനത്തിന് ഭീഷണിയാകുമ്പോൾ ബദൽ ശക്തികളും ശക്തിയാർജിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. യമൻ കേന്ദ്രീകരിച്ച് ആ ബദൽ ശക്തി രൂപപ്പെടുന്നത് മനുഷ്യത്വ വിരുദ്ധമായ അമേരിക്കൻ താൽപര്യങ്ങളെ പിഴുതെറിയാൻ വേണ്ടിയാണ്. അതെ, യമനിലെ ഹൂത്തി വിമതരെ ആയുധമാക്കാനുള്ള റഷ്യയുടെ തന്ത്രപ്രധാനമായ പദ്ധതി അണിയറയിൽ ഒരുങ്ങുകയാണ്. അത്യാധുനിക കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ നൽകി പരിപോഷിപ്പിച്ച് അമേരിക്കയ്ക്കെതിരായ ആയുധമായി യമനിലെ ഹൂത്തി വിമതരെ വളർത്തുകയാണ് റഷ്യൻ തന്ത്രമെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ പാശ്ചാത്യൻ താൽപര്യങ്ങളെ കുഴിച്ചുമൂടാൻ തയ്യാറെടുത്ത പുടിന്റെ തീരുമാനം പശ്ചിമേഷ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ഹൂത്തികൾ ചെങ്കടലിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ സമരോത്സുക പോരാട്ടം നയിച്ചത്. ഇറാനുമായുള്ള റഷ്യയുടെ അടുത്ത ബന്ധം പുടിന്റെ അമേരിക്കൻ വിരുദ്ധ താൽപര്യങ്ങളെ കൂടുതൽ സുഗമമാക്കും. പാശ്ചാത്യ വിരുദ്ധ സഖ്യങ്ങൾ പൂർവാധികം ശക്തിയാർജിക്കും. ഇറാൻ റഷ്യ സൈനിക സഹകരണം കരുത്തുറ്റതായാൽ ആ പഴയ മേധാവിത്വം പുനഃസ്ഥാപിക്കുക പ്രയാസമായിരിക്കുമെന്നതിൽ ബൈഡന് ആശങ്കയുണ്ട്. ഹിസ്ബുള്ളയുമായി ആക്രമണത്തിന് മുതിരരുതെന്ന് അമേരിക്ക ഇസ്രായേലിനെ നിരന്തരം ഉപദേശിക്കുന്നുണ്ട്. ലോകശക്തിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അമേരിക്ക ഇവിടെ സമവായത്തിന്റെ മാർഗം സ്വീകരിച്ചു. ഓരോ രാജ്യവും ഓരോ ശക്തിയാണെന്ന് ബൈഡൻ ഭരണകൂടം തിരിച്ചറിയുന്നു. അധികാര സന്തുലിതാവസ്ഥയിൽ ലോകക്രമത്തിൽ നിർണായകമായ മാറ്റം വരുത്താൻ മാത്രം ശേഷിയുള്ളതായിരിക്കും റഷ്യയുടെയും ഹൂത്തികളുടെയും പദ്ധതി. ഇറാൻ താൽപര്യങ്ങൾക്ക് അനുസൃതമായി ചെങ്കടലിൽ അണിനിരന്ന ഹൂത്തി പ്രസ്ഥാനം കഴിഞ്ഞ മാസങ്ങളിൽ ചെങ്കടലിനുമേൽ തങ്ങളുടെ സ്വാധീനവും നിയന്ത്രണവും 10 മടങ്ങ് ശക്തമാക്കി ഇസ്രായേലിനെയും അമേരിക്കയെയും നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ചു. വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ അമേരിക്കൻ സഖ്യങ്ങൾ ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ പ്രതീക്ഷിച്ച പോലെ ഫലം കണ്ടില്ല. വാണിജ്യ കപ്പലുകൾക്കും പാശ്ചാത്യ സൈനിക കപ്പലുകൾക്കും നേരെ ഹൂത്തികൾ പ്രതിരോധത്തിന്റെ കൂരമ്പുകൾ തൊടുത്തുകൊണ്ടേയിരുന്നു. ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന അടുപ്പം പുതിയ പാശ്ചാത്യ വിരുദ്ധ സഖ്യകക്ഷികൾക്കായുള്ള അന്വേഷണത്തിനും ഹൂത്തികളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. പാശ്ചാത്യ ശക്തിയെ വെല്ലുവിളിക്കുന്നിടത്ത് വ്ളാഡിമിർ പുടിൻ തന്റെ സ്വാധീനം വിപുലീകരിക്കുകയും വിശാലമായ ജിയോ പൊളിറ്റിക്സ് തന്ത്രം പ്രയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. ഹൂത്തികൾക്ക് അത്യാധുനിക കപ്പൽ വേധ മിസൈലുകൾ നൽകി അവരെ പരിപോഷിപ്പിക്കുന്നത് ഈ റഷ്യൻ തന്ത്രത്തിന്റെ ഭാഗമാണ്. റഷ്യൻ നിർമ്മിത P-800 ഒനിക് സൂപ്പർസോണിക് ആന്റി ക്രൂയിസ് കപ്പൽ മിസൈലുകൾ കൈവശം വെച്ച് ഹൂത്തികൾ ഇതിനകം തന്നെ ഗണ്യമായ സൈനിക ശേഷി പ്രകടമാക്കിയിട്ടുണ്ട്. ഹൂത്തികളുടെ കൈവശം സ്വന്തമായി ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റഷ്യയിൽ നിന്നുള്ള കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ കൈവശം വയ്ക്കുന്നത് ഹൂത്തികളുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് നിർണായകമായ ജലപാതകളിലെ സമുദ്ര ഗതാഗതത്തിനും വാണിജ്യത്തിനും ശക്തമായ ഭീഷണി ഉയർത്തും. ഹൂത്തികളും റഷ്യയും തമ്മിലുള്ള ആയുധ കൈമാറ്റം മേഖലയിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാടുപെടുന്ന പാശ്ചാത്യ ശക്തികൾക്കിടയിൽ ആശങ്ക ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം ആഴത്തിൽ വേരൂന്നുന്നതിനോടൊപ്പം ഹൂത്തികളുടെ നിലപാടിനെ റഷ്യ പരിപൂർണമായി പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്താൽ മേഖല കനത്ത സംഘർഷങ്ങൾക്ക് വേദിയാകും. അത്തരമൊരു നീക്കം ഇറാന്റെ പ്രാദേശിക സഖ്യകക്ഷികളെ ശക്തിപ്പെടുത്തുകയും റഷ്യയുമായുള്ള ഇറാന്റെ സൈനിക സഹകരണം ഉറപ്പിക്കുകയും ചെയ്യും. റഷ്യയുടെ ഇടപെടൽ ഹൂത്തികളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ നിർണായകമായ വിഷയങ്ങളിൽ റഷ്യൻ ഇടപെടലും കൂടുതൽ പ്രകടമാകും. ഗസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒക്ടോബർ 7 മുതൽ ഇതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള 162 കപ്പലുകൾ ലക്ഷ്യമിട്ടെന്നാണ് യമനിലെ ഹൂത്തി സംഘം ഇന്നലെ പ്രഖ്യാപിച്ചത്. 20 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ഡ്രോണും ബോട്ടും ഉപയോഗിച്ച് കഴിഞ്ഞയാഴ്ച മാത്രം 12 ഓപ്പറേഷനുകളാണ് സംഘം നടത്തിയതെന്ന് അൽ മസിറ ചാനൽ സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പ്രസംഗത്തിൽ ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറഞ്ഞു. ഈ ആഴ്ച ഞങ്ങൾ 6 കപ്പലുകളെ ലക്ഷ്യമിട്ടു. ഗസയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി തുടക്കം മുതൽ ടാർഗറ്റ് ചെയ്ത മൊത്തം കപ്പലുകളുടെ എണ്ണം 162 എത്തി നിൽക്കുന്നുവെന്നാണ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി വിശദമാക്കിയത്. അമേരിക്കൻ, ബ്രിട്ടീഷ്, ഇസ്രയേലി കപ്പലുകളെ അല്ലെങ്കിൽ ഇസ്രായേൽ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന
തങ്ങളുടെ നിബന്ധനകൾ ലംഘിക്കുന്ന കപ്പലുകളെ മാത്രമാണ് ഇതുവരെ ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അബ്ദുൽ മാലിക് അൽ ഹൂത്തിയുടെ പ്രസംഗത്തെക്കുറിച്ച് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേൽ അമേരിക്കൻ ഭീകരതയ്ക്കെതിരെ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും സമരോത്സുകരായി ഹൂത്തികൾ പോരാട്ടം നയിക്കുമ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലി നിലപാടുകൾക്കും പാശ്ചാത്യ താൽപര്യങ്ങൾക്കുമെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചുവെന്നത് ഈ അവസരത്തിൽ പ്രസക്തമായ ചോദ്യമാണ്.